ഭാരതത്തിന് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ 15th August 1947 എന്ന് പറയും. പക്ഷെ ഹൈദരാബാദ് എന്താ കിട്ടിയെന്ന് പകുതി മുക്കാൽ പേർക്ക് ആർക്കും അറിയില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറെ കഷ്ടപ്പെട്ടു. ബിക്കോസ് ഓരോ സീനും ജസ്റ്റിഫൈ ചെയ്യേണ്ടി വന്നു. എങ്ങനെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലൂടെ ലയിപ്പിച്ചത് എന്നുള്ള മറച്ചു വെക്കപ്പെട്ട സത്യങ്ങളെ ഈ ചിത്രം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. सरदार कब्र के मुहाने पे खड़ा है और ये हराम खोर काफिर अपनी हिंदुस्तान में मर्ज होने का ख्वाब देख रहे हैं. 1947 ഓഗസ്റ്റ് 15 ശേഷം ഒരു വർഷം നീണ്ടുനിന്നിരുന്ന റസാക്കന്മാരുടെ കിരാത ഭരണവും നൈസാമിന്റെ നെടു കാര്യക്ഷമതയില്ലായ്മയും എല്ലാം വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിനിമയിൽ പ്രതികരിക്കുന്നുണ്ട്. നാം അറിയപ്പെടാത്ത പല ചരിത്ര സംഭവ വികാസങ്ങളും ചരിത്ര സംഭവങ്ങളും ഇതിനകത്ത് കാണിക്കുന്നു. എല്ലാ ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കാണേണ്ട സിനിമയാണ്. ഹൈദരാബാദിന്റെ ഇൻഡിപെൻഡൻസ് നമ്മളിപ്പോൾ ആരോട് ചോദിച്ചാലും ഭാരതത്തിന് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ 15th August 1947 എന്ന് പറയും. പക്ഷെ ഹൈദരാബാദ് എന്താ കിട്ടിയെന്ന് പകുതി മുക്കാൽ പേർക്ക് ആർക്കും അറിയില്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി. അതാണ് ഈ സിനിമ. इस गांव के अब सारे मर चुके हैं. जो औरतें बची हैं अब उनसे निकाह करो और बच्चे पैदा करो. इससे हमारा खानदान बढ़ेगा. ऐश करो और हमारी तादाद को बढ़ाओ. ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഓരോ സീനും ജെന്യുവൻ ആണ്. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറെ കഷ്ടപ്പെട്ടു. ബിക്കോസ് ഓരോ സീനും ജസ്റ്റിഫൈ ചെയ്യേണ്ടി വന്നു. ഓരോ സീനിന്റെ എന്താ നടന്നേന്നുള്ള അതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടി വന്നു. അതാണ് ഈ സിനിമയിൽ ചെയ്തത്. എങ്ങനെയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലൂടെ ലയിപ്പിച്ചത് എന്നുള്ള മറച്ചു വെക്കപ്പെട്ട സത്യങ്ങളെ ഈ ചിത്രം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ദേശഭക്തരായ എല്ലാവരെയും ആവേശഭരിതരാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമ കണ്ട് നമ്മുടെ പ്രേക്ഷകർ എവിടുത്തെ കേരളത്തെ പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മളവിടെ നടന്നിട്ടുണ്ട് ഇതേമായി ലോക്കൽ ഇൻസിഡൻസ്. പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് കൊണ്ട് നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. അതായിരുന്നു ഞങ്ങളുടെ ഒരു എഫേർട്ട്. ഇത് കുറെ ഭാഷയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ ഹൈദരാബാദ് സംസ്ഥാനം അന്നത്തെ കർണാടക ഉണ്ടായിരുന്നു, മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ തെലങ്കാനയുണ്ട്. അത് കാരണം ഈ സിനിമ തമിഴ്, കന്നഡ, തെലുങ്ക്, അതല്ലാണ്ട് മറാഠി, ഇതിൽ 4 ഭാഷകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഹിന്ദിയും ബാക്കിയുള്ളത് മറാഠിയും 22-ാം തീയതി ഈ മാർച്ച് 22-ാം തീയതി റിലീസ് ആവാൻ പോവാണ്. ഇത്തരം ചരിത്ര സത്യങ്ങൾ ഇനിയുള്ള കാലത്തെങ്കിലും മൂടി വെക്കപ്പെടാതെ ഇതെല്ലാം തുറന്നു കാണിക്കണം. അതായിരിക്കണം നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ദേശീയതയ്ക്കും ശക്തി പകരുന്നത്. കേരളത്തിലോ ഹൈദരാബാദ് സംസ്ഥാനത്ത് പുറത്തുള്ള ആൾക്കാർക്ക് ഈ കഥയെ പറ്റി ഒന്നും അറിയില്ല. ഈവൻ ഹൈദരാബാദിൽ എപ്പോഴത്തെ കുട്ടികൾക്കും അവർക്ക് ഈ സിനിമ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ ഹിസ്റ്ററി കണ്ടിരിക്കുന്നത്. സർദാർ പട്ടേലിന്റെ റോൾ എന്തായിരുന്നു? ഒരു പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അത് മാറ്റി സർദാർ പട്ടേൽ അത് നമുക്ക് വേണ്ടി ഒരു ചരിത്രം സൃഷ്ടിച്ചെന്നും പറയാം. അതാണ് ഈ സിനിമ. ഇനിയും ഇതുപോലുള്ള ആശയങ്ങൾ, അതുപോലെ മൂടിവെക്കപ്പെട്ട ചരിത്ര സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സിനിമ എന്ന ഈ മാധ്യമത്തിലൂടെ ഒരുപാട് പേർക്ക് പ്രചോദനം നൽകും ഈ ചിത്രം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രൊഡ്യൂസ് ചെയ്താറ് ഗുരു നാരായൺ റെഡ്ഡി അങ്ങനെ ഒരു സ്വന്തം വീട് വിറ്റിട്ടാണ് അങ്ങനെ സിനിമ എടുത്തത്. അത്ര കഷ്ടപ്പെട്ടെടുത്ത ഈ സിനിമ കണ്ടിരിക്കണം. ഡയറക്ടർ യാത്ര സത്യനാരായണൻ നല്ലൊരു സ്റ്റോറി വീവ് ചെയ്തിട്ടുണ്ട്. കുറെ നടന്ന ഇൻസിഡൻസിനെ പറ്റിയിട്ടുള്ള അതിന്റെ വല്ലാണ്ട് ഡ്രാമാറ്റിക് ആവാണ്ടും അതിനെ ശരിക്കും പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിരിക്കുന്നു.